نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا ليعذب الله المنافقين والمنافقات والمشركين والمشركات ويتوب الله على المؤمنين والمؤمنات وكان الله غفورا رحيما صدق الله العلي العظيم അല്ലാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിക്കുകയും തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗം, അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും വലിയ ഔദാര്യമാകുന്ന സ്വർഗത്തിൽ, അതിലെ സ്വർഗത്തിലെ തന്നെ മഹോന്നതമായ പദവിയിലെത്തുന്ന, ഒത്തുചേരുന്ന മഹാസൗഭാഗ്യവാന്മാരുടെയും സൗഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുമായി ബന്ധപ്പെട്ട ആളുകളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ സഹായിക്കുമാറാവട്ടെ. ഒരു ഇടവേളയിലൂടെയാണ്, അതായത് വെക്കേഷൻ സമയത്തിലൂടെയാണ് നമ്മൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സന്താനങ്ങൾ പലപ്പോഴും നമുക്ക് വളരെ അപൂർവമായിട്ട് ലഭിക്കുന്ന വിധത്തിലാണ് ഇന്നത്തെ വിദ്യാഭ്യാസ ക്രമം ഉള്ളത്. ഭൂരിപക്ഷ സമയവും ഭൂരിപക്ഷ പ്രായവും 25, 26, 30 വയസ്സ് വരെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് പഠിക്കുകയാണ്. ഈ ഉപജീവനം എന്ന് കേട്ടാൽ തന്നെ മനസ്സിലാവും അത് ഉപജീവനമാണ് എന്ന്. അതിൻ്റെ അപ്പുറത്തൊരു യഥാർത്ഥ ജീവനം ഉണ്ട് എന്നും ആ പ്രയോഗം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. യഥാർത്ഥ ജീവിതത്തിന് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അതിനെ സമീപിക്കുവാൻ, യാഥാർത്ഥ്യ ജീവിതത്തെ, ശാശ്വതമായ ലോകത്തെ സമീപിക്കുവാൻ ഈ അവധിവേളയെങ്കിലും ഉപയോഗിക്കുവാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഞാനും നിങ്ങളും ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്.
എത്ര വലിയ രക്തബന്ധമാണെങ്കിലും, പിതാവും മക്കളും മാതാവും മക്കളും ഉമ്മയും ബാപ്പയും ഒക്കെ ആണെങ്കിൽ പോലും ആദർശ ബന്ധമില്ലെങ്കിൽ ആ ബന്ധം ഇവിടെ ഈ ലോകത്ത് അവസാനിക്കും. പിന്നീട് ഒരിക്കലും ശാശ്വതമായ ലോകത്ത് അതുവർക്ക് ഉപകാരപ്പെടുകയില്ല എന്ന് മാത്രമല്ല, ഒരിക്കലും അവസാനമില്ലാത്ത ആ ലോകത്ത് ഈ പിതാവും മകനും അല്ലെങ്കിൽ മാതാവും മകനും മാതാപിതാക്കളുമൊക്കെ കഠിനമായ ശത്രുക്കളായിരിക്കും എന്ന് ഇസ്ലാം വ്യക്തമായി തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്ലാം പഠിപ്പിച്ചതൊന്നും തെറ്റുന്നില്ല, തെറ്റിയിട്ടില്ല, തെറ്റാറില്ല, തെറ്റുകയില്ല. ഇത് ബോധ്യപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അങ്ങനെ ബോധ്യപ്പെട്ട നമ്മൾ പ്രായോഗികമായി ഈ മഹാസത്യത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ഈ അവധി സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ഒന്ന് ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. ഇസ്ലാമിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്, ഈ ഭൂമുഖത്ത് അവശേഷിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അധികാര രാഷ്ട്രീയ മേഖലയിൽ ഫറോവയുടെ ജഡം അന്ത്യനാൾ വരേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ച് നിർത്തും. പക്ഷെ അധിക ജനങ്ങളും അതിൽ നിന്ന് പാഠം പഠിക്കുകയില്ല. അധിക ജനങ്ങളും അതിൽ നിന്ന് ഒരു പാഠവും പഠിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം അതിനെ അന്ത്യനാൾ വരേക്കും സംരക്ഷിച്ച് അവശേഷിപ്പിച്ച് നിർത്തും ഫറോവയുടെ ജനത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. ഇതേപോലെ അന്ത്യനാൾ വരേക്കും അള്ളാഹു സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു മഹാസംഭവമാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ എന്ന് പറയുന്നു. ബൈബിള് അത് നോഹയുടെ പെട്ടകം എന്ന് പറഞ്ഞ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ ഭഗവത്ഗീത അത് മനുവിന്റെ പ്രളയം എന്ന് പറഞ്ഞ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിലും അല്ലാത്തിടത്തുമൊക്കെ ഈ ചരിത്രം മനുഷ്യകുലത്തിന് വേണ്ടിയിട്ട് അന്ത്യനാൾ വരേക്കും പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞ സൂറത്ത് ഹൂദിലെ 44-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച ഒരു പ്രയോഗം വസ്തവത്ത് അലൽ ജൂദിയ്, ജൂതി പർവ്വതത്തിൽ ആ കപ്പൽ ചെന്ന് തങ്ങി എന്നാണ്. അത് എവിടെയാണ് ആ കപ്പൽ ഉള്ളത്, തങ്ങിക്കിടക്കുന്നത് എന്ന് അള്ളാഹു ഖുർആനിലൂടെ വെളിപ്പെടുത്തി. എന്നിട്ട് അത് പ്രകാരം 1883 ഗവേഷണത്തിലൂടെ അത് കണ്ടെത്തി. ആ കപ്പലിന് ജൂതി പർവ്വതം എന്ന് പറയുന്നത് കുർദിസ്ഥാൻ മേഖലയിലെ ഇബ്നു ഉമർ ദ്വീപിന് വടക്ക് കിഴക്ക് ഭാഗത്ത് ഉള്ള പർവ്വതമാണ്. ആ പർവ്വതത്തിന്റെ മുകളിൽ ഇപ്പോഴും ആ കപ്പൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. ആർക്കും അത് കൊണ്ടുപോയി തകർക്കാനോ മാറ്റാനോ ഫറോവയുടെ ജഡം പോലെ തന്നെ അതിന്റെ അവശിഷ്ടങ്ങൾ നശിപ്പിക്കുവാനോ സാധ്യമല്ല. അതൊരു ദൃഷ്ടാന്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുകയാണ്. ആ പർവ്വതത്തിന്റെ പേരൊന്നു മാറ്റാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല. ആ ജൂതി പർവ്വതം തന്നെയാണ്. പലതിന്റെ പർവ്വതങ്ങളുടെയും പല രാജ്യങ്ങളുടെയും സ്ഥലങ്ങളുടെയും ഒക്കെ പേര് മാറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ പർവ്വതത്തിന്റെ പേര് ഇന്നും അത് തന്നെയാണ്. മാത്രമല്ല അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു വലിയ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മുഴുവൻ ജനത്തിനും പാഠമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിക്കുന്നത്. ഒരു മഹാപ്രവാചകന്റെ ഏറ്റവും വലിയ പാഠം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മഹാപ്രവാചകന്റെ 950 കൊല്ലം രാവും പകലും പരിപൂർണമായ അള്ളാഹുവിനുള്ള വിധേയത്വത്തിലേക്ക് ഒരു സമൂഹത്തെ വിളിച്ച മഹാരഥൻ, മനുഷ്യകുലത്തിന്റെ ആദം കഴിഞ്ഞാലുള്ള പിതാമഹൻ. അദ്ദേഹം അത്രയൊക്കെ വിളിച്ചിട്ടും രാപ്പകൽ അധ്വാനിച്ചിട്ടും കിട്ടാത്ത മകന്റെ ചരിത്രം, അത്രയൊക്കെ അധ്വാനിച്ച് പണിയെടുത്തിട്ടും കിട്ടാത്ത കിടപ്പറ പങ്കിട്ട ഇണയുടെ ഭാര്യയുടെ ചരിത്രം, രക്തബന്ധമുള്ള ആൾക്ക് വേണ്ടി മകന് വേണ്ടിയിട്ട് ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ച ചരിത്രം. അങ്ങനെ നീ എങ്ങാനും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ അപകടം, നീ എത്രത്തോളം അപകടമായിരിക്കും നിനക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്ന ചരിത്രം. സ്വന്തം മകൻ മുങ്ങി മരിക്കുമ്പോ അല്ലാഹുവേ ഒന്ന് കയറാൻ, ഈ കപ്പലിലേക്ക് ഒന്ന് കയറാൻ, ഇന്ന ദൃഷ്ടാന്തമാക്കി വെച്ചിരിക്കുന്ന കപ്പലിലേക്ക് ഒന്ന്
കയറുവാൻ ഉദവി നൽകണമേ, അവൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, നീ എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ലേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ നീ ജാഹിലുകളിൽ പെട്ടുപോകരുതെന്നാ പ്രയോഗിച്ചത് അല്ലാഹു വിശുദ്ധ ഖുർആൻ. നീ ജാഹിലുകളിൽ പെട്ടുപോകരുത്. അപ്പം ബാപ്പയും മകനുമായതുകൊണ്ട് ഫലം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ മകനും പിതാവുമായതുകൊണ്ട് വല്ല രക്ഷയും വേണമെങ്കിൽ ആദർശത്താൽ അത് ബന്ധിതമാക്കാൻ നമുക്ക് സാധിക്കണം. ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം. അതുകൊണ്ട് വേറെ കുറെ കാര്യങ്ങളൊക്കെ മക്കളെ കൊണ്ട് നടന്നേക്കും. മരിക്കുന്നത് വരെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് ഭൗതിക വിദ്യാഭ്യാസം ലക്ഷ്യം വെക്കുന്നത്. 3 തരം വിദ്യാഭ്യാസം ഇന്ന് കാണാൻ സാധിക്കും. അതെന്താണ്? തികച്ചും ദുനിയാവും. അവിടത്തേക്ക് മനുഷ്യന്റെ ആത്മാവിനെയോ ആഹ്ലത്തെയോ കൊണ്ടുവരാൻ തന്നെ പാടില്ല. അഥവാ കൊണ്ടുവന്നാൽ അത് ഭീകരവാദമാണ്, തീവ്രവാദമാണ് എന്ന് പറയുന്ന വിദ്യാഭ്യാസം. അതിനാണ് സർക്കാർ എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്, സംവിധാനങ്ങൾ മുഴുവനും. അത്തരം വിദ്യാഭ്യാസത്തിനാണ് ശമ്പളവും അധ്യാപകര നിയമനവും പാഠപുസ്തകങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ മനുഷ്യൻ ആദമിൽ നിന്ന് വന്നതാണെന്ന് പഠിപ്പിക്കാൻ പാടില്ല. മറിച്ച് എന്ത് പഠിപ്പിക്കണം? കുരങ്ങിൽ നിന്ന് വന്നതാണ് എന്ന് പഠിപ്പിച്ചിരിക്കണം. അത് പഠിപ്പിക്കുകയില്ല എന്നൊരു അധ്യാപകൻ പറഞ്ഞാൽ അവന് ശമ്പളമില്ല, അവൻ ഭീകരവാദിയാണ്, അവൻ ആ ജോലി തന്നെ അവന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വന്നേക്കും. അതുപോലുള്ള ഒരുപാട് ഇക്വേഷനുകളൊക്കെയുള്ള പഠനങ്ങൾ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ആത്മീയ വിദ്യാഭ്യാസത്തെ 2ാം സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ട് ഭൗതിക വിദ്യാഭ്യാസം, അതൊരു വേറൊരു സിസ്റ്റമാണ്. ആത്മീയ നമ്മളിപ്പോ പലപ്പോഴും പല ആളുകളും, ഭൂരിപക്ഷ ആളുകൾ ഇന്നിപ്പോ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ ഉള്ളതാണ്. ഭൗതിക വിദ്യാഭ്യാസത്തെ 1ാം സ്ഥാനം അതിന് തന്നെയാണ്, അത് തന്നെയാണ് 1ാം സ്ഥാനം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആത്മീയമായ ശാശ്വതമായ ദീന്, വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസത്തെ 2ാം സ്ഥാനത്ത് പരിഗണിക്കുന്ന മദ്രസ സിസ്റ്റത്തിലൂടെയും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസം, അത് വേറെ ഒന്നാണ്. എന്നാൽ 3ാമത്തെ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ യഥാർത്ഥ ജീവനത്തിന് 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട്, ശാശ്വതമായ ലോകത്തിന് 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട്, ആകാശ ലോകത്തിൽ നിന്ന് അല്ലാഹു ഇറക്കിയ ഗ്രന്ഥത്തിന്, അത് പഠിപ്പിച്ച പ്രവാചകന്മാർക്കും അവർ അതിലൂടെ നടത്തപ്പെടുന്ന പരീക്ഷണത്തിനും 1ാം സ്ഥാനം, എന്നും എപ്പോഴും എല്ലായിടത്തും 1ാം സ്ഥാനം നൽകിക്കൊണ്ടുള്ള വിദ്യാഭ്യാസവും. ഇതിലെവിടെയാണ് ഞാനും നിങ്ങളും ഉള്ളത്? ഈ ഒന്ന് മാത്രം വിജയിക്കും. വൽ അസ്ർ, കാലമാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിലാണ്. ഒരൊറ്റ പറച്ചിലാ. ഇതിനെക്കുറിച്ച് മൗദൂദ് സാഹിബ് പറയുന്നുണ്ട് ഈ സൂറത്തുൽ അസ്റിനെ കുറിച്ച്. അതൊരു മനുഷ്യൻ പോയിസൺ കഴിച്ചതുപോലെയാണ്. എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു സംഭവമാണ്. പോയിസൺ കഴിച്ചതുപോലെയാണ്. ഈ 4 കാര്യങ്ങൾക്ക് 1ാം സ്ഥാനം കൊടുക്കാതെ ഒരാളാണ് ജീവിച്ചതെങ്കിൽ അവന്റെ കഥ കഴിഞ്ഞു. പോയിസൺ കഴിച്ചതുപോലെ. പോയിസൺ ഒരാളാണ് കഴിച്ചതെങ്കിൽ, വിഷം ഒരാൾ കഴിച്ചാൽ അയാൾ മരിക്കും. ഒരു കുടുംബമാണ് അങ്ങനെ ജീവിച്ചത് എങ്കിൽ എന്ത് സംഭവിക്കും? ആ കുടുംബം മൊത്തം മരിക്കും. ഒരു സമൂഹം, ഒരു രാജ്യവും, ഒരു ലോകക്രമവും മുഴുവനും അങ്ങനെയാണ് ചെയ്തതെങ്കിലോ അവർ മൊത്തം ഒന്നടങ്കം. അതാണ് നൂഹ് നബിയുടെ കപ്പൽ നമ്മെ പഠിപ്പിക്കുന്നത്. നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ 25 ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിരുന്നു. പ്രവാചകന്റെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം 950 കൊല്ലം അല്ലാഹുവിലേക്ക് മാത്രമായി കൊണ്ടുപോവാ, എന്നിട്ട് ബാക്കിയൊക്കെ അതിന്റെ പിന്നാമ്പുറത്തേക്ക് കൊണ്ടുപോവാ. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹ് എന്ന ആ അർത്ഥത്തിലേക്ക് വിളിച്ചപ്പോ അഴകുഴമ്പ നിലപാട്, ഭാര്യക്കും മക്കൾക്കൊക്കെ ഉൾപ്പെടെ. അവസാനം എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന് അതില് എതിർത്ത കുറെ ആളുകൾ ആ ശത്രുക്കള് എന്നാണ് വിചാരിച്ചിരുന്നത്. ഇതിനോട് എതിർപ്പുള്ള കുറെ ആളുകളാണ് നഷ്ടപ്പെടുക എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ പാഠം അങ്ങോട്ട് പഠിപ്പിച്ചു. ഇതിനോട് അനുകൂലിച്ചത് കൊണ്ടുമായില്ല, പ്രതികൂലിക്കാതിരുന്നത് കൊണ്ട് മാത്രമായില്ല. പരിപൂർണമായും വിശുദ്ധമായ ആത്മാവേ എന്ന് വിളിക്കാൻ പറ്റണം. എന്നിട്ട് സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റണം. ആ അവസ്ഥയിലേക്ക് സമർപ്പിതരായ ആളുകളെ മാത്രം പെറുക്കി അല്ലാഹു. എന്നിട്ട് അവർക്ക് കപ്പലുണ്ടാക്കി കൊടുത്തു നൂഹ് നബി അലൈഹി ഇസ്ലാമിലൂടെ തന്നെ. എന്നിട്ട് അല്ലാഹു പൊക്കി. ഇതിനോട് എതിർപ്പില്ലാത്തവരും അനുഭാവികളൊക്കെ ആയിരുന്ന ആളുകൾ ഉൾപ്പെടെ കഴുകി അങ്ങോട്ട് തുടച്ചു. കാരണം വിശുദ്ധമായ ആത്മാവിൽ ഇതിനോട് എതിർപ്പില്ലാത്തത് കൊണ്ട്, ഇസ്ലാം തിരക്കടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവില്ല. എനിക്കതിനോട് എതിർപ്പില്ലാത്തത് മാത്രം കൊണ്ട് ഒരാൾ മുസ്ലിം ആവില്ല. വൽ അസ്ർ, കാലമാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ,
മനുഷ്യൻ നഷ്ടത്തിലാണ്. ആരൊഴികെ? ഇല്ലല്ലദീന ആമനു, വിശ്വസിക്കണം മാത്രം പോരാ, അമിലു സ്വാലിഹാത്ത്, അതിന്റെ അടിത്തറയിൽ കർമ്മനിരതരായി മാറണം. വതവാസൗ ബിൽ ഹഖ്, അവിടെ നിൽക്കാനും പറ്റില്ല. ഈ ഹക്കിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കണം, ഷഹാദത്തുൽ ഹഖ് നിർവഹിക്കണം. അപ്പൊ കുറച്ച് പ്രയാസവും പ്രതിസന്ധി ഉണ്ടാവും. വതവാസൗ ബിസ്സബ്ർ, ക്ഷമിക്കണം. ഇതിനിപ്പോ ആരാ കിട്ടുക, ആരാ ഉണ്ടാവുക എന്ന് അന്ന് നൂഹ് നബിയുടെ ജനത ചോദിച്ചിരുന്നു. ആരൊക്കെ അതിനൊക്കെ നൂഹ് നബിന്റെ കൂടെ തന്നെ രാത്രിയും പകലൊക്കെ നടന്നിട്ട് പണിയെടുക്കാൻ ആരെ കിട്ടുക എന്ന് ചോദിച്ച ജനത മുഴുവനും എന്ത് സംഭവിച്ചു? ആ ജനതയെ മാത്രം റസൂലിനെ പോലെ 40 വയസ്സില് നുബുവത്ത് കിട്ടുന്നത് വരെ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. റസൂല് കടുത്ത അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് പർവ്വതത്തിന് മുകളിലേക്ക് കയറിയത്, ജബലുന്നൂറിലേക്ക് കയറിയത്. പക്ഷെ ഖുർആൻ കിട്ടിയതിനു ശേഷം പ്രവാചകന്റെ അവസ്ഥ എന്തായിരുന്നു? പ്രവാചകന്റെ ഉപജീവനമായിരുന്നോ വലുത്? യഥാർത്ഥ ജീവനമായിരുന്നോ? യഥാർത്ഥ ജീവനത്തിന് വേണ്ടി ഖദീജ റളിയല്ലാഹുവിന്റെ സമ്പത്ത് മുഴുവൻ ഉപയോഗിച്ചു. മാതൃക ഇല്ലെന്ന് പറയാൻ പറ്റുമോ? സിദ്ദീഖ് റളിയല്ലാഹുവിൽ നിന്ന് കിട്ടാവുന്നത് മുഴുവനും വാങ്ങി. ഇനി എന്തേ ഉള്ളൂ, അല്ലാഹു റസൂലേ ഉള്ളൂ എന്ന് പറഞ്ഞ് പണിയെടുപ്പിച്ചു. പണിയെടുത്തു, മുന്നിൽ നിന്ന് പണിയെടുത്തു. മക്ക വിടേണ്ടി വന്നപ്പം വിട്ടു, മദീന സ്വീകരിക്കേണ്ടി വന്നപ്പോൾ സ്വീകരിച്ചു. മാത്രമല്ല അവിടെ ഭരണാധികാരിയായി മാറാൻ പറഞ്ഞപ്പോ പ്രവാചകൻ അങ്ങനെ തന്നെ വാഗ്ദാനം ചെയ്തു, വാക്ക് വാങ്ങി ഉറപ്പിച്ചു. എന്നിട്ട് ആ ഭരണാധികാരിയായി മാറി. അവിടെ നിൽക്കാൻ പറ്റില്ല, അവിടെ നിന്നിട്ട് എന്ത് ചെയ്യണം? പൂർണ്ണമായും ഇതിന്റെ ഈ ആശയത്തെ, സത്യം അതായത് കൊണ്ടാണ്, അല്ലാതെ അള്ളാഹ്ക്ക് ഇപ്പോ മദീന ഒന്നായിട്ട് കിട്ടില്ല എന്ന് കരുതി എന്തോ നഷ്ടപ്പെടുമെന്നത് കൊണ്ടല്ല. യാഥാർത്ഥ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്ക് വിശ്വാസികളായി വന്നിട്ടില്ലെങ്കിൽ പോലും ഈ മഹാസത്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? വിധേയപ്പെടേണ്ടതുണ്ട്. ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്നും ഒന്നിലധികം ദൈവമുണ്ട് എന്നതും രണ്ടും ഒരുപോലെ ശരിയല്ല. ഏതോ ഒന്നാണ് ആ ശരി. അതുകൊണ്ട് ആ ആശയത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ജനം, ജൂതന്മാർ, ക്രൈസ്തവ സമൂഹം ഉൾപ്പെടെ അതിനെ മനസ്സിലായി. ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇതൊരു സത്യമാണ്. ഞങ്ങളൊക്കെ കണ്ടുന്ന കമ്മ്യൂണിസത്തെക്കാളും സോഷ്യലിസത്തെക്കാളും ജനാധിപത്യത്തെക്കാളും ഒക്കെ വലിയ സത്യം ഇതാണ് എന്ന് അവർ അന്നത്തെ അവസ്ഥ വെച്ച് മനസ്സിലാക്കി. പ്രവാചകൻ അതിനെ ആ അർത്ഥത്തിൽ പഠിപ്പിച്ചു. എന്നിട്ട് അതിൻ്റെതായ ഒരു സംവിധാനം ഒരുക്കി. ഇത് തീവ്രവാദമാണ് എങ്കിൽ ആ തീവ്രവാദമാണ് മക്കൾക്ക് പകർന്നു കൊടുക്കണം. നീ എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചു ഞാനുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടിയോട്. എന്തിനാണ് പഠിക്കുന്നത്? എന്താണ് നിന്റെ പഠനത്തിന്റെ ഉദ്ദേശം? ഉത്തരമില്ല. അവസാനം നീ നിന്റെ വായിൽ വരുന്നത് ഉത്തരം പറ. നിന്റെ വായിൽ എന്തോ സംസാരം എന്തെങ്കിലും പറ എന്ന് പറഞ്ഞപ്പോ നല്ല ജോലി കിട്ടാന്, നല്ല അർത്ഥത്തിലുള്ള കുടുംബത്തെയും മാതാപിതാക്കളൊക്കെ നല്ല രീതിയിൽ പരിപാലിക്കാൻ, അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്തിന്? നല്ല ജോലി എന്തിന്? മാതാപിതാക്കളെ പരിപാലിക്കുന്നത് എന്തിന്? എന്നിട്ട് എന്ത്? ഒരു ഭൂസലാനോട് ചോദിച്ച് അങ്ങനെ ആ അവസ്ഥയിലാണ്. അവസാനം ഉള്ളി കൊലിച്ചതുപോലെ ഒന്നുമില്ല. ഭൂസലാനോട് ചോദിച്ചു, ചൂണ്ടയിടുകയാണ് അദ്ദേഹം. ചൂണ്ടയിടുന്ന അദ്ദേഹത്തോട് ഭൗതിക മേഖലയിലാണ്. ആത്മീയ മേഖലയിലും നമ്മൾ അവസാനം അങ്ങനെയായി പോകാൻ പാടില്ലല്ലോ. ചൂണ്ടക്കാരനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനങ്ങനെ ചൂണ്ടയിട്ട് കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ എന്തെങ്കിലും കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കൊരു വഞ്ചി വാങ്ങിക്കൂടെ, അല്ലെങ്കിൽ ഒരു വല വാങ്ങിക്കൂടെ എന്ന് ആദ്യം ചോദിച്ചു. വല വാങ്ങിയതിനു ശേഷം വലയിലൂടെ എന്നിട്ടോ എന്ന് ചോദിച്ചു. കുറെ മീൻ കിട്ടും. കുറെ മീൻ കിട്ടിയതിനു ശേഷം നിങ്ങളൊരു വഞ്ചി വാങ്ങാം. ആ വഞ്ചി വാങ്ങിയിട്ട് എന്നിട്ടോ എന്ന് ചോദിച്ചു. വഞ്ചി വാങ്ങിയാൽ നിങ്ങൾക്ക് അവസാനം അതൊരു ബോട്ടാക്കി മാറ്റാം. എന്നിട്ട് ഒരുപാട് മീനുകളെ നിങ്ങൾക്ക് പിടിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു വീട് വെക്കാം. ഏറ്റവും നല്ല കാറും അതുപോലുള്ള സൗകര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഒരുക്കിയിട്ടോ എന്നിട്ടോ എന്ന് ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കാണ്. എന്നിട്ടോ അപ്പോഴൊക്കെ ഈ മനുഷ്യൻ പറയാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. അയ്യോ എന്റെ മോനെ, അതായിരുന്നോ വിഷയം? നീ ഇത്രയൊക്കെ എന്നെ കഷ്ടപ്പെടുത്തിയത് സുഖമായിട്ടുള്ള ജീവിതത്തിനാണല്ലോ. ആണോ? എങ്കിൽ ഞാനിപ്പോ വളരെ സുഖമായിട്ടാണ് ജീവിക്കുന്നത്. ഈ ചൂണ്ടലും മീനും അത് കിട്ടി, ഞാൻ അതിന്റെ ആഹാരവും കഴിച്ച് ഞാനും എന്റെ കുടുംബവും വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്തിന് നീ എന്നെ ഇത്ര അധ്വാനിപ്പിച്ചു? ഇതേ ഭൗതികത അതല്ലേ നമ്മളെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ടോ കാറും വീടും സൗകര്യങ്ങളുമായി അങ്ങനെ മാതാപിതാക്കളെ പരിപാലിച്ച് ആർക്ക് എന്തിന്? അവസാനം വട്ടപൂജ്യമാക്കുന്ന ആളുകളെ വിശുദ്ധമായ ആത്മാവ് എന്ന് വിളിച്ച് കപ്പലിലേക്ക് കയറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ പമ്പര വിഡ്ഢികളാണ്. കപ്പലിലേക്ക് അങ്ങനെ കയറാൻ പറ്റുന്നില്ല. ഇത് എവിടേക്കോ, എന്താണ് ഇത് എവിടേക്കാണ് എത്തുക എന്ന് കൃത്യമായ തിരിച്ചറിവോടുകൂടി ദിശാബോധം പ്രവാചകൻ നൽകിയതുപോലെ ദിശാബോധം നൽകാതെ
അങ്ങോട്ട് കയറിക്കൂടാൻ പറ്റുന്ന ഒന്നാണ് കപ്പൽ എന്ന് വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ തെറ്റിപ്പോയി നമുക്കും. അങ്ങനെ കുറെ സമുദായത്തിന്റെ പേരിലുള്ള നമസ്കാരം നടത്തുകയും ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ. അങ്ങനെ സമുദായത്തിന്റെ പേരിലുള്ള നമസ്കാരം കൊണ്ട് കിട്ടുമോ? അത് സമുദായം ആര് തീരുമാനിച്ചതാണ്? ക്രിസ്ത്യാനികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫ് ആദ്യത്തെ ഭാഗത്ത് തന്നെ പറയുന്നു, പിതാവിനെ പുത്രനും കൽപ്പിച്ചവരെ താക്കീത് ചെയ്യുവാനാണ്. അവർ ലോകത്തിൽ ഏറ്റവും വലിയ കള്ളം പറഞ്ഞ ആളുകളാണ്. അവരെ അള്ളാഹു പിടികൂടാൻ വേണ്ടിയിട്ട് അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് മുന്നറിയിപ്പാണ് ഖുർആൻ. ആ ക്രൈസ്തവ സമൂഹം കൊണ്ടുവരുന്ന വിദ്യാഭ്യാസ ക്രമം, അതിന്റെ പിന്നാമ്പറം പോയി അതാണ് വലുതെന്ന് കണ്ട് നമ്മളും എവിടേക്കാണ് എത്തുക പരിശോധിക്കണം. അതിനെ പോകേണ്ടതില്ല എന്നുള്ള അർത്ഥം. ഒന്നാം സ്ഥാനം അതിന് കൊടുക്കരുത്, ഒന്നാം സ്ഥാനം കൊടുക്കരുത്. യഥാർത്ഥ ജീവനത്തിൽ ഒന്നാം സ്ഥാനം ഖുർആൻ അതാ പറയുന്നത്. ആത്മാവിനെ ശുദ്ധീകരിച്ചില്ല, എന്നിട്ട് അവരെന്ത് ചെയ്തു? ദുനിയാവിന് ഒന്നാം സ്ഥാനം കൊടുത്തു. ആഖിറത്തെ അവർ രണ്ടാം മൂന്നും സ്ഥാനത്തേക്ക് മാറ്റി. അതാണ് അവർ ചെയ്ത അപാകത. അതുകൊണ്ട് ഈ അമാനത്ത് പർവ്വതങ്ങളുടെ മുകളിൽ വെച്ചു. ഇന്നാ അർദനൽ അമാനത്ത് അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ, ആകാശഭൂമികളുടെ മേൽ ഈ അമാനത്ത് വെച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും ശദീദായ സത്യം, അതിനുവേണ്ടി നിങ്ങൾ സംസാരിക്കണം, അതിനുവേണ്ടി നിങ്ങൾ പണിയെടുക്കണം എന്ന സത്യം ഈ പർവ്വതങ്ങളുടെ മുകളിൽ വെച്ചു. അതിൽ അപാകത സംഭവിച്ചാലുള്ള ഭയാനകമായ രംഗം നരകമോർത്തുകൊണ്ട് അവരതിൽ നിന്ന് ഭയപ്പെട്ടു പിന്മാറി. എന്നാൽ ഒന്ന് നോക്കാം എന്ന് പറയുന്ന ഒരു മനസ്സിന്റെ ഉടമ, അവിടെ വെച്ച് കാണാമെന്ന് പറയുന്ന മനസ്സിന്റെ ഉടമ, അതാണ് മനുഷ്യൻ. നമുക്ക് അപ്പൊ കാണാമെന്ന, ക്യാൻസറിനെ നമുക്ക് അപ്പൊ കാണാം, മാരകമായ രോഗത്തെ അപ്പോൾ കാണാം. ഇന്നലെ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റി, SBS ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികളുടെ അവസ്ഥ കണ്ണൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അവർ. കുറച്ച് ആളുകൾ നിങ്ങൾക്ക് ഈ രോഗമില്ലല്ലോ, ഞങ്ങൾ ഈ രോഗികളാണല്ലോ എന്ന് നമുക്ക് ചിരിച്ചു കൊടുക്കാനേ സാധിക്കുള്ളൂ. അപ്പോ വരുമ്പോ കാണാമെന്ന് സ്വർഗനരകങ്ങളെ കുറിച്ചും കരുതിയവനാ മനുഷ്യൻ. അധിക ജനങ്ങളും അവിടെ അങ്ങനെ കണ്ടിരിക്കുന്നു, രോഗത്തെ കണ്ടതുപോലെ കാണുന്നത് പോലെ. എന്നിട്ട് അവൻ വെട്ടി വീഴുന്നു. ഖുർആൻ പറഞ്ഞു, കാലുകൾ വെട്ടി വീഴുന്നത് പോലെ എന്നിട്ട് രോഗിയായി മാറുന്നുവെങ്കിൽ ഇതേപോലെ തോന്നിയതുപോലെ നടന്നിട്ട് അവൻ നരകത്തിന്റെ മുമ്പിലെത്തുമ്പോഴാണ് അവൻ ആലോചിക്കുക, ലതറബുന്നൽ ജഹീം, നീ അവൻ നരകത്തെ കാണുക തന്നെ ചെയ്യും. ദുനിയാവിൽ ഒന്നാം സ്ഥാനം കൊടുത്ത് കബറിടത്തെയും മരണത്തെയും മറന്നവൻ അവൻ പച്ച കണ്ണുകൊണ്ട് നേർക്കുനേറിയത് കാണും. അതുകൊണ്ട് ഈ വെക്കേഷൻ സമയത്ത് ഈ അർത്ഥത്തിലുള്ള ഒരു അനുഗ്രഹീതമായ ചർച്ച, നല്ല ടൂർ സംഘടിപ്പിച്ചുകൊണ്ടാവാം, നല്ല നല്ല എന്തൊക്കെ കുട്ടികളെ സന്തോഷിപ്പിക്കാവുന്ന അവരുടെ സന്തോഷം ഗണത്തറിഞ്ഞ് അതനുസരിച്ച് ചെയ്തുകൊണ്ട് സൂറത്തുൽ അസ്ർ അത് പോസിറ്റീവായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന, അല്ലെങ്കിൽ അത്തരം സംഘത്തിന്റെ മുമ്പിലേക്ക് എന്റെ കുഞ്ഞ് അവൻ ഇതുവരെ പഠിക്കായിരുന്നു, ജീവിതം ഒന്ന് ആസ്വദിക്കട്ടെ എന്ന് കരുതി ഈ വെക്കേഷനും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ബാക്കി പത്രമായിട്ട് വിടാനാണ്. 11 മാസം അവൾ കഷ്ടപ്പെട്ടു, അത്രയും ഗൗരവത്തിൽ കാര്യങ്ങൾ 10 മാസം അല്ലെങ്കിൽ കഷ്ടപ്പെട്ടു, ബാക്കി 2 മാസമല്ലേ, അതും കൂടി അതിന്റെ ബാക്കി പത്രത്തിലേക്ക് തന്നെ അവളൊന്ന് ആസ്വദിക്കട്ടെ എന്നാണെങ്കിൽ എല്ലാ മാസങ്ങളും ദുനിയാവുമായി ബന്ധപ്പെട്ട് മാത്രം മുന്നോട്ട് പോയിട്ട് ഈ കപ്പലിൽ കയറാമെന്ന് വ്യാമോഹിക്കരുത്. നേരെ മറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താണ്? മുഴുവൻ സമയങ്ങളും, അതാണ് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചു, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് പറയാൻ കഴിയും. പർവ്വതങ്ങള് ഏറ്റെടുക്കാത്ത ഈ അമാനത്ത് ഏറ്റെടുത്തു മനുഷ്യൻ. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്തു? ഇന്നഹു കാന ളുലൂമൻ ജഹൂല, അവൻ അതിനോട് വളരെ മോശപ്പെട്ട രീതിയിൽ, അതാണ് ഒക്കെ കണക്കാണെന്ന് പറയില്ല അള്ളാഹു. അധിക ജനങ്ങളും അങ്ങനെ ആയതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത്. എന്നാൽ ചില ആളുകളുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചോദ്യം നമ്മുടെ മക്കളോട് ചോദിക്കണം. എന്നിട്ട് അവർ ഉത്തരം പറഞ്ഞു എവിടെ എത്തുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. എന്തിനാണ് നീ പഠിക്കുന്നത്? എന്തിനാണ് നീ കല്യാണം കഴിക്കുന്നത്? എന്തിനാണ് നീ കാറ് വാങ്ങുന്നത്, വീട് വാങ്ങുന്നത്? എന്തിനാണ് നീ മാതാപിതാക്കളെ പരിപാലിക്കുന്നത്? എന്തിന്? ഇതിന്റെ ഉത്തരം, കൃത്യമായ ഉത്തരത്തിലേക്ക് ആ കുഞ്ഞ് എത്തിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, അത് പറയുമെന്ന് ഉറപ്പുവരുത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടില്ല എങ്കിൽ, നമ്മളും നൂഹ് നബിയുടെ മകനായി മാറും നമ്മുടെ മക്കളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തികഞ്ഞ ലക്ഷ്യബോധത്തോടു കൂടി ആദ്യം ഗോൾ സെറ്റ് ചെയ്യണം. അങ്ങനെയുണ്ടോ? ഗോൾ സെറ്റ് ചെയ്യണം എന്നാണ്. ഇതൊക്കെ ഭൗതിക വിദ്യാഭ്യാസ വിജ്ഞാതാക്കൾ അത് പറഞ്ഞു തരാം. ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലാണ് ഗോൾ സെറ്റ് ചെയ്യുന്നത്. ഒരുപാട് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗോൾ സെറ്റ് ചെയ്യണം. ഇത് തന്നെയാണ് അള്ളയും പറഞ്ഞത്, ഗോൾ സെറ്റ് ചെയ്യണം.
വിശ്വാസിയെ നീ ഗോൾ സെറ്റ് ചെയ്യണം. നീ എവിടെ കാണും? റസൂലിന് ഗോൾ സെറ്റ് ചെയ്തിരുന്നു പ്രവാചകൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ എന്തായിരുന്നു ആ ഗോള്? സൻആ മുതൽ ഇഹലോകത്തെ ഗോൾ അതാണ്. സൻആ മുതൽ ഹദറമൗത്ത് വരെ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാത്ത ഒരു ലോകക്രമം അതായിരുന്നു ഇഹലോകത്തെ പ്രവാചകന്റെ. അതാണ്. മാത്രമല്ല അറബികളും അനറബികളും മേധാവിത്വത്തിന്റെ കീഴിൽ വരുമാറ് ഒരു അള്ളാഹുവിൻ്റെതായിട്ടുള്ള ഒരു മേധാവിത്വം. ലക്കവൽ മുൽക്ക് ലാ ശരീക ലക്, ശിർക്കില്ലാത്ത ഒരു ആധിപത്യം. രാജാക്കന്മാരില്ല അവിടെ സ്വേച്ഛാധിപതികളിൽ ഏകാധിപതികളില്ല, ഫാസിസ്റ്റുകളില്ല, ആരെയും ഭയപ്പെടാൻ. മദ്യം വിളമ്പുന്നവരില്ല, ലൈസൻസ് കൊടുക്കുന്നവരില്ല, വ്യഭിചാരശാല നടത്തിയിട്ട് കാശുണ്ടാക്കുന്നവരുണ്ടാവുകയില്ല. എന്നിട്ട് ആ വ്യഭിചാരത്തിന് വേണ്ടി സുന്ദരിയായ പെണ്ണിനെ കാണുമ്പോ അതിനെ തട്ടിയെടുത്ത് കൊണ്ടുപോയി അതിനുപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥയില്ല. ഒരാട്ടിൻകുട്ടിക്ക് പോലും നിർഭയത്വം. ചെന്നായ മാത്രം പേടിച്ചാൽ മതി. അതാണ് റസൂൽ പറഞ്ഞത്. റസൂലിന്റെ ഗോളതായിരുന്നു, ഭൂമിയിൽ ആട്ടിൻകുട്ടി ഒന്നേ പേടിക്കേണ്ടതുള്ളൂ, ചെന്നായ തിന്നുകളയോ. ചെന്നായക്ക് ബുദ്ധിയില്ലല്ലോ, അതുകൊണ്ട് അവനെ നിയന്ത്രിക്കാൻ അള്ളാഹ് കൽപ്പിച്ചിട്ടുമില്ല. അതിനുള്ള ഖുർആൻ ഇറക്കിയതും ചെന്നായ നിയന്ത്രിക്കാൻ. ചെന്നായ നിയന്ത്രിക്കേണ്ടടുത്ത് നിയന്ത്രിക്കേണ്ട ഒരു ആന ഇറക്കുന്നിടത്തൊക്കെ അതൊക്കെ വേണ്ടി അതും ഇസ്ലാം പറഞ്ഞു തന്നെയാ. അല്ലാത്ത ഒന്നിനെയും പേടിപ്പിക്കേണ്ടല്ലോ. ഒരു കള്ളനും ആട്ടിൻകുട്ടിയെ കൊണ്ടുപോകില്ല, അത് അറുക്കപ്പെടുകയില്ല, ആരും അത് മോഷ്ടിക്കപ്പെടുകയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് ആടുകള്ളൻ സുലൈമാൻ. ചെറുപ്പത്തിൽ ഒരു ആട്ടിൻകുട്ടീനെ മോഷ്ടിച്ചു പോയതാ. ഇപ്പോഴും അവന്റെ പേരെന്താണ്? ആടുകള്ളൻ എന്ന് പറഞ്ഞാലേ ആ സുലൈമാനെ അറിയുള്ളൂ. അങ്ങനെ ഒരവസ്ഥ, അതൊന്നും ഇല്ലാത്ത, ഒരാളും ഒരു മോഷ്ടാവും ഒരു ചീത്തപ്പേരും ഒരാൾക്കും വരാത്ത ഒരു ലോകക്രമം. അതാണ് ഗോൾ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് അതാണ് ഇസ്ലാമിക ഇഹലോകത്തുള്ള. അതുകൊണ്ടാണ് ആ അർത്ഥത്തിലുള്ള ഇഹലോകത്ത് ഇസ്ലാമികമായ ഒരു സംവിധാനം ഇഖാമത്ത് ചെയ്യുക. എങ്ങനെയാണോ പ്രവാചകന്മാർ മുഴുവനും അന്ത്യപ്രവാചകൻ ഉൾപ്പെടെ പൂർത്തീകരിക്കപ്പെട്ട ദീനിനെ, ആ ദീനിനെ തിരിച്ച് ഇഖാമത്ത് ചെയ്യുക, അതിനാണ് ഞാൻ പഠിക്കുന്നത്, അതിനാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതാണ് നിന്റെ ലക്ഷ്യം ഇഹലോകത്ത്. എന്നിട്ട് ഇത് നീ റബ്ബന അത്തിനാ ഫിദ് ദുനിയ ഹസന, ദുനിയാവിൽ ഈ ഹസനത്ത് നേടിക്കഴിഞ്ഞാൽ നിനക്ക് എന്തൊരു വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദബനാർ, പരലോകത്ത് നിനക്ക് സ്വർഗവും നരക വിമുക്തിയും ഉണ്ട്. അതുകൊണ്ട് പഠിക്കുന്നത് ഇതിനാണ്, ഉപജീവനം നടത്തുന്നത് ഇതിനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന പ്രതിജ്ഞ എന്ന് പറയുന്നത്. അതുകൊണ്ട് വിവാഹം, ഇപ്പൊ ചില കുട്ടികളോട് തന്നെ ചോദിച്ചു, വിവാഹത്തിന്റെ പ്രാധാന്യം ഒന്ന് പറഞ്ഞു കൊടുക്കാം. അതുപോലെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ സ്വപ്നം അതിലുണ്ടാക്കണം. +1 +2 ഒക്കെ പ്രായമുള്ള കുട്ടികളാണ്, അതുണ്ടാക്കണം എന്ന് കരുതിയപ്പോ ഉടനെ ചോദ്യം, നല്ല ഇസ്ലാമിക കുടുംബത്തിലെ കുട്ടികൾ ചോദിക്കുകയാണ്, വിവാഹം നിർബന്ധമല്ലല്ലോ ഇന്ന്? വിവാഹം പുതിയ തലമുറയുടെ അവസ്ഥയാണ്, പെൺകുട്ടികളുടെ അവസ്ഥ പ്രത്യേകിച്ച്. വിവാഹം അങ്ങനെ നിർബന്ധമൊന്നുമല്ലല്ലോ. ഞാൻ ഞെട്ടലോടുകൂടിയാ കേട്ടത്. ആര് പറഞ്ഞു നിർബന്ധമല്ല എന്ന്? എവിടുന്നാ നിനക്കത് കിട്ടിയത്? ആരാണ് ഇത് ഉള്ളിലേക്ക് കയറ്റിയത്? പടച്ച തമ്പുരാനെ, പടച്ചവനോട് അഭയം തേടിപ്പോയി. ദീനിന്റെ 4ൽ 3 വിവാഹമാണ്, 3ൽ 2 വിവാഹമാണ്. വിവാഹം ആദർശപരമായി ഭരിച്ചു കഴിഞ്ഞാൽ 4ൽ 3 പൂർത്തിയായി ദീനിന്റെ. ആർക്കെങ്കിലും വിവാഹം കഴിക്കുവാൻ സാധിക്കുമായിരുന്നിട്ടും അവനത് കഴിക്കുന്നില്ല എങ്കിൽ പ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അവൻ നമ്മിൽപ്പെട്ടവനല്ലെങ്കിൽ പിന്നെ എന്ത് നമസ്കാരം, എന്ത് ദീൻ, എന്ത് മറ്റു കാര്യങ്ങൾ? നമ്മിൽപ്പെട്ടവനല്ല. വല്ല ശറഈയായ കാരണത്താൽ ഒരു വിവാഹം കഴിക്കുന്നെങ്കിൽ അത് എല്ലാവർക്കും ഇളവുള്ളതാണ്. ശറഈയായ കാരണം, കുഫറിന്റെ വചനം വരെ ഉച്ചരിക്കാൻ അനുവാദമുണ്ട്. അതിനെ കുറിച്ചല്ല പറയുന്നത്. സാധാരണ വിവാഹം കഴിക്കാതെ തന്നെ നല്ലൊരു ജോലിയുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയാൽ തന്നെ സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിക്കപ്പെട്ടത് എവിടെ നിന്നാണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, ഈ ഒരു ബോധം നമ്മുടെ കുട്ടികളിൽ അറിയാതെ വളരുന്നുണ്ട് എങ്കിൽ അവർ വിവാഹം വേണ്ട എന്ന് പറയില്ല. കാരണം എന്താണ്? അത് എന്റെ വാപ്പക്കും ഉമ്മക്കും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല, അതുകൊണ്ട് അത് മറച്ചു വെക്കാം. വളരെ തന്ത്രപൂർവമാണ്. അത് കഴിയട്ടെ, ഇത് കഴിയട്ടെ, മറ്റത് കഴിയട്ടെ, മറിച്ചത് കഴിയട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകും. ഇസ്ലാമിന് അനുവദിക്കുന്നില്ല. യഥാർത്ഥത്തിൽ പ്രായപൂർത്തിയായാൽ വിവാഹിതരായി മാറണം. 4 കാര്യങ്ങൾ പിന്തിക്കരുത്. ഒന്ന്, സത്യം ബോധ്യപ്പെട്ടാൽ അതിനെ നെഞ്ചേറ്റുവാങ്ങാൻ. 2ാമത് സമയമായാൽ നമസ്കാരം. 3ാമത് മരിച്ച മയ്യത്തിന് മറമാടാൻ. 4ാമത് സമയമായാൽ വിവാഹം. സമയമായാൽ ആണും പെണ്ണും ആർക്കെങ്കിലും വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ നോമ്പ് നിൽക്കട്ടെ, വിവാഹം വേളയിൽ വരെ അവൻ നോമ്പനുഷ്ഠിക്കട്ടെ, എന്നിട്ട് അവൻ പിടിച്ചു നിൽക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ആകാശഭൂമികൾ ഏറ്റെടുക്കാത്ത അമാനത്തിൽ ചതിവ് സംഭവിക്കും. അവസാനം 4ൽ 3 എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിവാഹം നടക്കാതെ തന്നെ മരിച്ചു പോകും. അതിന് കാരണക്കാർ ആരായിരുന്നു?
ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാമിക വിവാഹ ജീവിതത്തിന്റെ പ്രാധാന്യവും ഗൗരവവും അതിന്റെ പ്രതിഫലവും അതുവഴി തലമുറകൾ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള ഗുണങ്ങളും ആ തലമുറയായിട്ടാണ് സദഖത്തുൻ ജാരിയായി മാറുന്നതും ഇതാണ് ഖബറിൽ പ്രാർത്ഥനയായി വരുന്നത് എന്നും ഇതിന് അധ്വാനിക്കേണ്ടതുണ്ട്. അല്ലാത്ത രീതിയിൽ പോയി കഴിഞ്ഞാൽ അവിഹിതമായ ബന്ധങ്ങൾ വരെ ഉണ്ടാവും. അവസാനം എന്തായി മാറും? അവൻ വലിയ ശിക്ഷക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ വിധേയപ്പെടുന്ന എല്ലാ മതങ്ങളുടെ പ്രകാരം വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോവും. അതുകൊണ്ട് ഗൗരവത്തിൽ ഈ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനം ഞാനും നിങ്ങളും നടത്താറുണ്ടോ? വെക്കേഷൻ ക്യാമ്പുകളെങ്കിലും ഉപയോഗപ്പെടുത്തി ഈ അർത്ഥത്തിലുള്ള വിവാഹം ആദർശത്തിന്റെ അടിസ്ഥാനത്തിലായി കഴിഞ്ഞാലുള്ള ഗുണം ഇഹലോകത്ത് വെച്ച് തന്നെ അനുഗ്രഹീതമായ ഒരവസ്ഥ, സുന്ദരമായ ജീവിതം, സുന്ദരമായ മരണം, ഖബറിൽ പുതുമാരനുറങ്ങുന്നത് പോലെ പ്രതിഫലം. മാത്രമല്ല മഹ്ശറിൽ അർശിന്റെ തണലും അതാണ് അവസാനം ശാശ്വതമായി ഈ ഇണകളോടൊത്തു തന്നെ കുടുംബത്തിൽ ശാശ്വതമായി വസിക്കുവാവുന്ന അവസ്ഥയും. എന്നിട്ട് ഒരിക്കലും അവസാനിക്കാത്ത ലോകത്ത് ഈ വിവാഹബന്ധവും കുടുംബത്തെയും അല്ലാഹു അവിടെ മേളിപ്പിക്കുന്ന അതാണ് വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മുത്തഖീങ്ങളുടെ ഇമാമാക്കി അങ്ങനെ അവസാനം സ്വർഗത്തിൽ. ഇതാണ് ഇസ്ലാമിന്റെ മർമ്മം. ഇത് കഴിഞ്ഞിട്ടും ചെയ്യാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഗൗരവത്തോടു കൂടി കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഹലാലും ഹറാമും കൂട്ടിക്കലർന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന മക്കളുണ്ടോ? പരിശോധിക്കേണ്ട. ഉള്ളിൽ കുത്തി എടുക്കണം നമ്മളത്. നല്ല നിലയിൽ ഹിക്മത്തോടു കൂടി കുറച്ചൊക്കെ ഹറാമ് കലർന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവനാണോ എന്റെ മകൾ സമ്പാദ്യത്തിൽ, ശമ്പളത്തിൽ? എങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ അവന്റെ കഥ കഴിഞ്ഞു. കാരണം ഹലാലും ഹറാമും സത്യവും അസത്യവുമാണ്. ആ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തിയവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ആത്മാവ് എന്ന് വിളിച്ച് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ പെട്ടകത്തിലേക്ക് കയറ്റുകയില്ല. അള്ളാഹു വിശുദ്ധമായി സംരക്ഷിക്കുന്ന വിഭാഗത്തിൽ അവർ പെടുകയില്ല. അതുകൊണ്ട് കൃത്യമായ ഹലാൽ മാത്രം മതി. അതിന്റെ പേരിൽ പട്ടിണി കിടന്നാലും സഹാബി വനിതകൾ അത് പറയാറുണ്ടായിരുന്നു, കൃത്യമായ ഹലാൽ മാത്രമേ നിങ്ങൾ കൊണ്ടുവരാവൂ. പട്ടിണി ഞങ്ങൾ സഹിച്ചോളാം, ദാരിദ്ര്യം ഞങ്ങൾ സഹിച്ചോളാം, പക്ഷെ നരകം ഞങ്ങൾക്ക് സഹിക്കുവാൻ സാധ്യമല്ല എന്ന് പറയുന്ന ഒരാശയം കൊച്ചുനാളിലെ നിങ്ങൾ പകർന്നു നൽകി കഴിഞ്ഞാൽ ഒരു പുതിയ തലമുറ, അനുഗ്രഹീതമായ ഒരു തലമുറ ഈ ലോകത്ത് തന്നെ രൂപപ്പെടുകയും അതാണ് നമ്മളുടെ സമ്പാദ്യം ഖബറിലും ശാശ്വതമായ ലോകത്തും. അതുകൊണ്ട് അവിടേക്ക് ദിശാബോധത്തോടു കൂടി തിരിക്കുവാൻ പറ്റുന്ന കാലഘട്ടവും സമയവുമാണ് ഈ വെക്കേഷൻ, അവധിക്കാലം എന്ന് പറയുന്നത്. അത് ഉറപ്പുവരുത്താൻ വേണ്ടി ജോലിയും നിങ്ങൾ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ മാറ്റിവെച്ചാലേ പറ്റുമെങ്കിൽ അത് മാറ്റിവെച്ചിട്ടും അതിനെ ഫോക്കസ് ചെയ്യുവാൻ ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മളെ സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.